പിതാക്കന്മാര്, വേദികളെ, ബഹുമാനപ്പെട്ട മദർ പ്രൊവിൻഷ്യൽസ്, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, ഏറ്റവും സ്നേഹമുള്ള സഹോദരങ്ങളെ, നിങ്ങളുടെ ഈ അരമന ഭാഗ്യാസ്മരണാർഹനായ ശ്രീനാഥ് സിനിമേനെ വളരെ ത്യാഗത്തോടെ പണിത നമുക്ക് സമർപ്പിച്ചിട്ട് 40 വർഷം പൂർത്തിയാവുകയാണ്. ഇപ്പോൾ അത് വാസീകമില്ലാത്ത രീതിയിലേക്ക് മാറിയിരിക്കുന്നു. നമ്മുടെ സെമിനാരിയും അതുപോലെ തന്നെ കാലത്ത് വനിത എല്ലാ കെട്ടിടങ്ങളും പുതുക്കി പണിയേണ്ടതായിട്ടുള്ള സമയമായിരിക്കുകയാണ്. തിരുമേനി വരുന്ന അവസരത്തിൽ എന്നോട് ഇത് ഓർപ്പിക്കാറുണ്ട്. നമുക്കറിയാവുന്ന പോലെ നമ്മുടെ ഈ രൂപതയുടെ ആസ്ഥാന അന്നരം നമുക്കെല്ലാവർക്കും വാസയോഗ്യമായ ഒരു ഭവനമാക്കി പണിയേണ്ടത് സഭയുടെ പ്രത്യേകമായ ആവശ്യമാണ്. പ്രാർത്ഥനാ നിർഭരമായി ഈ പുതിയ അരമനയ്ക്ക് കല്ല് ഇടുകയാണ്. ഇതിന്റെ കാര്യങ്ങൾ അങ്ങനെ പൂർത്തിയാകുമെന്ന് ചോദിച്ചാൽ ഇസ്ഹാക്ക് അബ്രാഹാമിനോട് ചോദിച്ച ചോദ്യമാണ് എൻ്റെ മനസ്സിൽ വരുന്നത്. നമുക്ക് അറിവും തീയും ഒക്കെ ഉണ്ട്. വില കഴിക്കാനുള്ള ആട് എവിടെയാണ് എന്ന് ചോദിച്ചപ്പോൾ അത് ദൈവം നോക്കിക്കൊള്ളുമെന്നാണ് അബ്രാഹാം പറഞ്ഞത്. നമുക്ക് നല്ല കല്ലിടാനായിട്ടുള്ള സംവിധാനങ്ങളും ഭൂമിയും ഒക്കെ ഉണ്ട്. അരമന എങ്ങനെ പണിയും എന്ന് ചോദിച്ചാൽ അത് ദൈവം നോക്കിക്കൊള്ളുമെന്നുള്ള നമ്മുടെ വിശ്വാസത്തിന്റെ പ്രത്യേകമായിട്ടുള്ള സമർപ്പണത്തിലാണ് ഇവിടെ കല്ല് ഇടുന്നത്. ഒരു കാര്യം നമുക്ക് തീർച്ചയാണ്, നിരന്തര പുനരുദ്ധാരണ പ്രവർത്തനത്തിന്റെ ആദ്യ കാലം തൊട്ട് ഭാഗ്യാസ്മരണാർഹനായ കന്യൻ മാറിയാനേയും ഭാഗ്യാസ്മരണാർഹനായ സ്തോഫ്ലോസിനെയും തുടങ്ങിയ പുനരുദ്ധാരണ പ്രസ്ഥാനത്തിന്റെ ശുശ്രൂഷകൾ എല്ലാ ഭൂഖണ്ഡങ്ങളിലും നിറഞ്ഞ സാന്നിധ്യമായി മാറിയിട്ടുണ്ട്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം ദൈവം നമ്മോടൊപ്പം, നമ്മുടെ സഭയോടൊപ്പം, നമ്മുടെ പ്രവർത്തനോടൊപ്പം ഉണ്ട് എന്നുള്ള വലിയ വിശ്വാസമാണ്. നമ്മുടെ സഭ എല്ലാ കാലഘട്ടങ്ങളിലും ആരംഭിച്ചിട്ടുള്ള എല്ലാ ദൈവിക ശുശ്രൂഷകളും അനുഗ്രഹീതമായി അത് ഫലം പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ തിരുമേനിയുടെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന സഭയുടെ വിപുലീകരണം അത്യാധുനികവും ഭൗതികവും സ്നേഹിതമായ എല്ലാ കാര്യങ്ങളും അത്ഭുതകരമായി നിറവേറ്റിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ പിതാവിന്റെ അനുഗ്രഹീതമായ കരങ്ങൾ ഇവിടെ സമർപ്പിക്കുന്ന ഈ അരമനയുടെ ശിലാസ്ഥാപന കല്ല് തീർച്ചയായിട്ടും നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ഒരു നല്ല ഭവനമായി ദൈവം രൂപാന്തരപ്പെടുത്തുമെന്ന് വിശ്വസിക്കുകയും അതിനായി നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്യുക. ഇവിടെ ഇതിന്റെ അടിസ്ഥാന കല്ല് ഇടുന്ന ഈ ദിവസം മുതൽ ഇത് പൂർത്തിയാകുന്നവരെയും എല്ലാവരുടെയും നിരന്തരമായ പ്രാർത്ഥന ഇതിനായിട്ട് പ്രത്യേകമായിട്ട് യാചിക്കുന്നു. അതുപോലെ തന്നെ കഴിവുള്ള എല്ലാവരും ഈ ചെറുതായും വലുതായും അവരുടെ ക്രമീകരണം അനുസരിച്ച് പങ്കെടുക്കുന്ന അവസരത്തിൽ എത്രയും ഇത് പൂർത്തിയാക്കുവാനായിട്ട് സാധ്യമാകും. അരമനയുടെ പദ്ധതി പല വേദികളിൽ സ്ഥലങ്ങളിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. പ്രധാനമായിട്ടും തിരുമേനിയാണ് അതിനുള്ള നേതൃത്വം, അതിനുള്ള ക്രമീകരണമൊക്കെ ചെയ്യാനായിട്ട് മുൻകൈയെടുത്ത് പ്രിയപ്പെട്ട ചെറിയാനും അതിന്റെ ക്രമീകരണങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്. നമ്മുടെ ജന്മാവശ്യനാട് വൈദികര്, നമ്മുടെ അൽമായ പ്രേക്ഷകര്, പാർശ്വസംഘം എല്ലാവരും ചേർന്ന് പ്രാർത്ഥനാപൂർവ്വം ഈ കല്ലുവിടെ സമർപ്പിക്കുകയാണ്. അനുഗ്രഹീതമായ ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുവാൻ നമ്മുടെ എല്ലാവരുടെയും പേരിൽ നമ്മുടെ സഭയുടെ തിരുമേനിയെ ഏറ്റവും ആദരവോടെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു.
എല്ലാവരെയും സ്വാഗതം ചെയ്ത് നിങ്ങളുടെ പ്രാർത്ഥനയെ തുടർന്നുള്ള നിങ്ങളുടെ ത്യാഗപരമായ സ്നേഹത്തിന് ഇതെന്താണ് അർപ്പിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. തന്റെ മഹത്വത്താൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ അവസാനം. ിരിക്കുന്നവനുമായവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. നീ പരിശുദ്ധനാകുന്നു. കരുണമില്ലാത്തവനേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ ശുശ്രൂഷയും പ്രാർത്ഥനകളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി. നിനക്ക് സ്തുതി. ഭാവികളായ അടിയാരോട് കരുണ ചെയ്യുന്ന രാജാവേ നിനക്ക് സ്തുതി. പ്രാർത്ഥിക്കുമോ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നാം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ ഇഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ. കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്. ദൈവത്തിൽ ഞങ്ങളെ രക്ഷിച്ചോളണം. എന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും നിനക്കുള്ളതാകുന്നു. ആമേൻ. കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം. ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമീൻ. ബലഹീനരും പാപികളുമായ ഞങ്ങളുടെ മേൽ അനുഗ്രഹങ്ങളും കരുണയും രണ്ടുലോകങ്ങളിലേക്കും ചൊരിയപ്പെടുമാറാകണമേ. കാരുണ്യവാനായ കർത്താവേ, ദാസരുടെ വാസത്തിനായി ഇപ്പോൾ അടിസ്ഥാനമിട്ടോ പണിയാരംഭിക്കുന്ന ഈ ഭവനത്തിന്റെ നിർമ്മാണത്തെ നീ വാഴ്ത്തി അനുഗ്രഹിക്കണമേ. ബഥേരിൽ വെച്ച് യാക്കോബ് തലവിണയായി ഉപയോഗിച്ച കല്ല് ഒരു തൂണായി നാട്ടി അതിന്മേലെണ്ണയൊഴുക്കി അത് ദൈവഭവനമായി തീരുകയും ചെയ്തതുപോലെ ഈ കല്ലിനെ ഞങ്ങൾ ഈ ഭവനത്തിന്റെ അടിസ്ഥാന ശിലയായി വയ്ക്കുന്നു. കർത്താവേ, ഈ ഭവനത്തിന്റെ നിർമ്മാണത്തിൽ നായകനും നടത്തിപ്പുകാരനും മധ്യസ്ഥനായിരിക്കണം. കർത്താവ് വീട് പണിയുന്നില്ലെങ്കിൽ പണിക്കാർ അധ്വാനിക്കുന്നു എന്ന് സങ്കീർത്തകൻ പറഞ്ഞിരിക്കുന്നുവല്ലോ. ആകയാൽ കർത്താവേ, ഈ ഭവനത്തിന്റെ പണിയിൽ ഏർപ്പെടുന്നവരെ നീ വാഴ്ത്തണമേ. പണിയിൽ ഉണ്ടാകാവുന്ന കുറവുകളും അപകടങ്ങളും നീ മാറ്റിത്തരണേ. നിന്റെ വിജയശ്രീമായാൽ ഈ ഭവനത്തെ നീ കാത്തുകൊള്ളണമേ. എല്ലാ പ്രവർത്തനങ്ങളും നിന്റെ തിരുനാമമഹത്വത്തിനാകണമേ. എല്ലാ നിർമ്മാണ വസ്തുക്കളെയും ഇതിന്റെ പണിക്ക് വേണ്ടിയുള്ള എല്ലാ സാധന സാമഗ്രികളെയും നീ വാഴ്ത്തണമേ. സാമ്പത്തികമായ എല്ലാ കാര്യങ്ങളും കർത്താവേ നീ തന്നെ ക്രമപ്പെടുത്തണമേ. മക്കൾക്ക് വസിക്കുവാനുള്ള ഭവനം എന്ന നിലയിൽ നീ ഇതിന്റെ പണികളെ ദുഷ്ടന്റെ ഉപദ്രവങ്ങളിൽ നിന്നും പിശാചിന്റെ ചതിയിൽ നിന്നും വഞ്ചനയിൽ നിന്നും കാത്തുകൊള്ളണമേ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും
പരിശുദ്ധരുവായിക്കും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും കരേറ്റും ഹോശോവാബുക്കുലസ്മാൻ ജീവനുള്ളതും ജീവിപ്പിക്കുന്നതുമായ ശ്ലീബായുടെ അടയാളത്താൽ മുദ്രകുത്തിക്കൊണ്ട് ഒന്നായിരിക്കുന്ന പിതാവിന്റെയും പുത്രന്റെയും ജീവനുള്ള പരിശുദ്ധ റൂഹായുടെയും തിരുനാമത്തിൽ ഈ ഭവനത്തിന്റെ അടിസ്ഥാന ശില ആശീർവദിക്കപ്പെടുന്നു. ഭസ്മരാമോ
ഷെറിൽ ബസേലിയോസ് ബാവാതിരുമേനിയെയും ഭാഗ്യസ്മരണാർഹനായ ഗീവർഗീസ് മാർ ദിവന്നാസ്യോസ് മെത്രാപ്പൊലീത്ത തിരുമേനിയെയും ഈ സമയം നമുക്ക് ഓർക്കാം. ബാവാതിരുമേനിയും അഭിനന്ദ ദിവന്നാസ്യോസ് പിതാവും നമ്മുടെ ഈ ഭദ്രാസനത്തിന്റെ ശുശ്രൂഷകൾക്ക് ദൈവനിയോഗിത പ്രകാരം ശ്ലൈഹിക കൃപാവരത്താൽ ശുശ്രൂഷ നടത്തിയവരാണ്. അവർ നമ്മുടെ ഈ ഭവനത്തിൽ താമസിച്ച് സഭാ ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകി. അവരുടെ മാധ്യസ്ഥം അപേക്ഷിച്ച് നമുക്ക് ഈ പുതിയ ബ്ലോക്കിന്റെ നിർമ്മാണം ആരംഭിക്കാം. അവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിനാൽ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. ഈ ആത്മീയ ശുശ്രൂഷയിൽ സംബന്ധിച്ച് നിങ്ങളെ ഓരോരുത്തരെയും ദൈവമായ കർത്താവ് വാഴ്ത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ദൈവമായ കർത്താവ് നിങ്ങളെയും വിശ്വാസികളായി നിങ്ങളുടെ മരിച്ചുപോയവരെയും ആശ്വസിപ്പിച്ച് പുണ്യപ്പെടുത്തുമാറാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായുള്ളവരെ ബലഹീനവും കുറവുള്ളതുമായ ഞങ്ങളുടെ പ്രാർത്ഥനകൾ നിന്റെ ഉന്നത സിംഹാസനത്തിന് മുമ്പാകെ കേൾക്കപ്പെട്ടവയും അംഗീകരിക്കപ്പെട്ടവയും ആക്കി തീർക്കണം. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ദയതോന്നി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഉത്തരമല്ല ചെയ്ത് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ നിനക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവേ നിനക്ക് സ്തുതി. ഞങ്ങളുടെ ശരണമേ നിനക്ക് സ്തുതി. അഭിനന്ദ പിതാവേ, എൻ്റെ അച്ഛന്മാരെ, പ്രിയപ്പെട്ട വൈദിക സഹോദരങ്ങളെ, സിസ്റ്റേഴ്സ്, സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, നമുക്കെല്ലാവർക്കും വളരെ സന്തോഷം നൽകുന്ന ഒരു പ്രഭാതത്തിലാണ് നമ്മൾ വന്നു നിൽക്കുക. നമ്മുടെ ഈ ഭദ്രാസനം അതിന്റെ ശുശ്രൂഷയിൽ ഏറെ അനുഗ്രഹീതമായി മുൻപോട്ട് പോകുമ്പോൾ ഏറ്റവും ദുർബലരായവരെ സംരക്ഷിക്കുന്ന ശുശ്രൂഷയിൽ നാം വേഗതയിൽ മുന്നേറുമ്പോൾ ദൈവം എല്ലാ കൃപയും നൽകി കാരുണ്യത്തോടെ നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും പരിഹരിക്കുകയും സംരക്ഷിക്കുകയും നമ്മെ കൂടുതൽ കരുത്തുള്ളവരാക്കി തീർക്കുകയും ചെയ്യുകയാണ്. ഈ ദിവസങ്ങളിൽ അനേകം ഭവനമില്ലാത്തവർക്ക് ഭവനം നൽകുന്ന പദ്ധതിക്ക് കല്ലിടുക, താക്കോൽ കൊടുക്കുക എന്ന സന്തോഷകരമായ ഉദ്യമത്തിലാണ് ഞാൻ കൂടുതൽ സമയവും ഇവിടെ വന്നതിന് ശേഷം ഏർപ്പെട്ടത്. വയനാട്ടിലെ വിലങ്ങാട് ഒക്കെ ഉണ്ടായ പ്രകൃതിക്ഷോഭത്തിൽ ഭവനങ്ങൾ നഷ്ടപ്പെട്ടവർക്ക് കേരള കത്തോലിക്കാ സഭ നൽകുന്ന കൈത്താങ്ങിന്റെ 100 പുതിയ ഭവനം എന്നതിന് ഇന്നലെ മാനന്തവാടി രൂപതയുടെ ആഭിമുഖ്യത്തിൽ തോമാട്ടുചാലിൽ ആദ്യത്തെ ഭവനത്തിന് കല്ലിട്ടു. ഇവിടെ ഇന്നലെ ബത്തേരി രൂപതയുടെ ആഭിമുഖ്യത്തിൽ KCBC നടപ്പിലാക്കുന്ന ഭവന നിർമ്മാണ പദ്ധതിയിൽ 13 ഭവനങ്ങൾക്കുള്ള അടിസ്ഥാന ശില ആശ്രയിച്ചു. ഇപ്പോൾ 1-ാം മൈലിൽ പണിതുകൊണ്ടിരിക്കുന്ന വീടുകളുടെ നിർമ്മാണം കണ്ടതിന് ശേഷമാണ് ഞാനിപ്പോ ഇവിടെ വന്നത്. ഒട്ടേറെ കുടുംബങ്ങൾക്ക് ആശ്വാസം നൽകുന്ന വലിയ ഒരു സംരക്ഷണ പദ്ധതിയിൽ നമ്മുടെ രൂപത സജീവമായി ഇടപെടുന്നു എന്നുള്ളത് ദൈവാനുഗ്രഹത്തിന്റെ പൂർണ്ണതയിലേക്ക് ഉള്ള വഴിയാകുന്നു. ദൈവത്തോട് നന്ദി പറയും. നമ്മുടെ ക്ലേശങ്ങൾക്കിടയിലും നമ്മുടെ ആവശ്യങ്ങൾക്കിടയിലും
ഏറ്റവും ദുർബലരായവരെ കാണാനും അവരുടെ ആവശ്യങ്ങളിൽ പരിഗണന കാണിക്കാനും സാധിക്കുന്നതാണ് സുവിശേഷത്തിന്റെ പരിമളം. അത് നമ്മുടെ ഭദ്രാസനത്തിൽ തുടർന്ന് ശക്തമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുക. ഇന്ന് ഇവിടെയുള്ള ഈ ഭവനത്തിന് അടിസ്ഥാനശില ഇടുമ്പോ വലിയ സംതൃപ്തിയുണ്ട്. 40 വർഷമായി നമ്മൾ ഈ ബിഷപ്സ് ഹൗസില് അതിന്റെ പഴക്കം എന്ന് പറയുന്നത് 40 വർഷത്തെ ഒരു പഴക്കം എന്നതിനപ്പുറത്ത് അതിന്റെ ബലക്ഷയമാണ്. ഞാൻ എപ്പോഴും വരുമ്പോഴും എനിക്ക് ഏറ്റവും മുകളിലത്തെ മുറിയിലാണ് താമസ സൗകര്യം ഒരുക്കുന്നത്. ഏറ്റവും അപകട സാധ്യതയുള്ള അതിന്റെ കന്നിമൂല എന്ന് പറയുന്ന സ്ഥലത്താണ് എന്നെ താമസിപ്പിക്കുന്നത്. അപ്പം ആകെയുള്ള ഒരു ആശ്വാസം വീണാലും തോമസുതാവിന്റെ മണ്ടയ്ക്കാണല്ലോ വീഴുന്നത് എന്നുള്ളതാണ്. ഞാൻ പല പ്രാവശ്യം പിതാവിനോട് പറഞ്ഞു, അത് വളരെ വിലക്ഷണമുണ്ട്. ആ വിഞ്ഞ് ടോട്ടലി വിണ്ട് കയറി നിൽക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് അടിയന്തരമായി അവിടെ എന്തെങ്കിലും ചെയ്യേണ്ടതാണ്. ഞാൻ പറഞ്ഞത് ഇത് ഒന്നാമത് കെട്ടിടം ബലക്ഷയമുണ്ട് എന്ന് ഡൈനിങ് ഹാളിലോട്ടൊക്കെ പോകുന്ന വഴിയിൽ നോക്കിയാൽ മനസ്സിലാവും. അന്നത്തെ ഒരു സാഹചര്യത്തിൽ വളരെ പരിമിതമായ ഒരു സാമ്പത്തിക ക്രമീകരണം ഉണ്ടായിരുന്ന കാലത്ത് പ്രവാചകനേനി അന്നത്തെ ഒരു മനോഹരമായ കെട്ടിടമാണ് നമ്മുടെ ഈ ബിഷപ്സ് ഹൗസും സെമിനറിയും. സെമിനറി എന്ന് പറയുന്നത് അന്ന് ഈ ബത്തേരി ഭാഗത്ത് പരിചയമില്ലാത്ത വാക്കായതുകൊണ്ട് അന്നത്തെ ഒരു ആശംസാ പ്രസംഗം സെമിനാരി എന്നതിന് പകരം സെമിത്തേരി എന്ന് പറഞ്ഞു. അപ്പോ മനുഷ്യ തിരുമേനി സമീപനം വരുന്ന ഒരു സമയത്താണത്. ഈ നമ്മുടെ ഈ ബിഷപ്സ് ഹൗസിന്റെ പുനർനിർമ്മാണം അനിവാര്യമായത് ഈ ഒരു സാഹചര്യത്തിലാണ്. അഭിനന്യ പിതാവിന്റെ നേതൃത്വത്തിൽ ഇത് വേഗത്തിൽ പൂർത്തീകരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പിതാവിനോട് ഞാൻ കൃത്യമായി പറഞ്ഞു. പിതാവിന് കൃത്യമായി പറഞ്ഞാലും വിളിച്ചു പറഞ്ഞാലും മനസ്സിലാക്കാൻ കഴിവുള്ള ആളാണ്. ഞാൻ പറഞ്ഞു, ബിഷപ്സ് ഹൗസില് ഒരു പുതിയ ബ്ലോക്ക് സജ്ജീകരിക്കണം. പിതാവ് എന്നോട് പറഞ്ഞു, ഈ അധികം കാലമൊന്നും എനിക്ക് ശുശ്രൂഷ ഇല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞു, അതുകൊണ്ട് തന്നെയാണ് പുതിയ ആളിന് ആദിയോടുകൂടി അരമനയിലേക്ക് കയറുന്നതിനിടയാകരുത്. പിതാവ് സജ്ജീകരിച്ചിട്ട് വേണം അത്. അങ്ങനെ ഒരു എന്റെ ഒരു അല്പനിർബന്ധത്തോടു കൂടിയ ഒരു നിർദ്ദേശം കൂടി വന്നതുകൊണ്ട് ഇന്ന് കല്ലിടുന്നതിനിടയായി. ഒരു വലിയ വിദ്യാർത്ഥിയായി ബത്തേരിയിൽ പഠിക്കുന്ന സമയത്താണ് പഴയ അരമനയ്ക്ക് കല്ലിട്ടത് ഞാൻ ഓർക്കുന്നു. ഭാഗ്യസ്മരണാർഹനായ ബെനഡിക്ട് മാർ ഗ്രിഗോറിയോസ് തിരുമേനിയാണ് നമ്മുടെ ഈ ഭവനം കൂദാശ ചെയ്തത്. അടിസ്ഥാനമിട്ട് പണി പൂർത്തിയാക്കി. അത് നമുക്ക് വലിയ ആശ്ചര്യവും സന്തോഷവും അഭിമാനബോധവും നൽകുന്ന ഒരു ഭവനമായി അന്ന് അത് കൂദാശ ചെയ്തു. ഒരു വലിയ വിദ്യാർത്ഥിയായി ദൂരെ നിന്ന് കാഴ്ച കണ്ട ഞാൻ ഇന്ന് സഭയുടെ വലിയ ശുശ്രൂഷ എന്ന നിലയിൽ ഈ പുതിയ ബ്ലോക്കിനെ നേടുമ്പോൾ ദൈവ പരിപാലനയിലെ വളരെ കരുണയാർന്ന അനുഭവം ഞാൻ ഓർക്കുന്നു. ഈ നിർമ്മാണത്തിന് എല്ലാ ദൈവ നടത്തിപ്പ് ഉണ്ടായിരിക്കട്ടെ. ഞാൻ ശ്രദ്ധിച്ചു, ഈ കല്ല് താഴേക്ക് അടിസ്ഥാന ശില വെച്ചപ്പോ വികാരികന്മാര്, ചാൻസലർ ഒക്കെയാണ് ഈ കല്ലിന് പ്രൊക്രേറ്റർ ഇതൊക്കെയാണ് കല്ലിൽ പിടിച്ചത്. ഞാൻ സ്ലീവായും പിടിച്ചുകൊണ്ട് മാറി നിൽക്കുകയായിരുന്നു. അപ്പോ എനിക്കൊരു കാര്യം മനസ്സിലായി, കല്ലിൽ പിടിച്ചവരെല്ലാം കൂടി ചേർന്ന് ഇതിന്റെ ആദ്യത്തെ ബ്ലോക്ക് പണിത് പിതാവിനെ ഏൽപ്പിക്കും. അപ്പൊ അതുകൊണ്ട് മറ്റാരും ചെയ്തില്ലെങ്കിലും ചാൻസലർ അതിനുവേണ്ടിയാണ് കിട്ടിയ സമയത്ത് അദ്ദേഹത്തെ അമേരിക്കയിൽ നിന്ന് ഇവിടെ കൊണ്ടുവന്നത് എന്നുള്ളത് അത് സംശയമില്ല. നിങ്ങളത് അദ്ദേഹത്തെ ചലഞ്ച് ചെയ്യാതിരുന്നാൽ മതി, അദ്ദേഹം സ്വമനസാല അത് ചെയ്തോളൂ
ഇതിനടുത്തിട്ട് ബത്തേരി ആഗ്രഹിച്ച ഒരു കാര്യവും ഇതുവരെ നടക്കാതെ ഇരുന്നിട്ടില്ല. അദ്ദേഹം നടത്തിപ്പിന് വിധേയപ്പെട്ട് അത് മുൻപോട്ട് പോവുക. ദൈവം അനുഗ്രഹിക്കട്ടെ. വേഗത്തിൽ പണി തീർന്ന് അത് പൂർത്തീകരിക്കപ്പെടുന്നതിന് ഇടയാകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുകയും എല്ലാ നന്മകളും നേരുകയും ചെയ്യുന്നു. ആഗതമാകുന്ന ക്രിസ്തുമസിന്റെ എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് എല്ലാവർക്കും നേരുന്നു. പുതിയ വർഷം അനുഗ്രഹത്തിന്റെ വർഷമായിരിക്കട്ടെ. ഏത് അന്തരീക്ഷമാണെങ്കിലും ദൈവം വഴി നടത്തുന്നു എന്ന ഉത്തമമായ ബോധ്യത്തിലും വിശ്വാസത്തിലും ദൈവാശ്രയ ബോധത്തിൽ ജീവിക്കുന്നതിനുള്ള കരുത്ത് സ്വർഗം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും എല്ലാ നന്മകളും ഈ ഭവന നിർമ്മാണത്തിന് എല്ലാ ദൈവാനുഗ്രഹങ്ങളും അഭിനന്ദ പിതാവിന് എല്ലാവിധമായ മംഗളങ്ങളും പ്രാർത്ഥനാപൂർവം സന്തോഷത്തോടുകൂടി ഞാൻ നേർന്ന് ദൈവത്തെ സ്തുതിക്കുന്നു. അവിടുത്തെ തിരുനാമത്തിന് എന്നും മാത്രം ഉണ്ടായിരിക്കട്ടെ. ആമേൻ.
ഹൃദയം തന്നിൽ